ഇതൊരു സങ്കടമാണ് പറയാനുള്ളത്. ഈ സങ്കടം മറ്റാരുടേതുമല്ല, ബിന്ദു അമ്മിണിയുടെ സങ്കടമാണ്. ഇപ്പോൾ സർക്കാരിന് പഴയതുപോലുള്ള സ്നേഹമില്ല, പരിഗണനയില്ല. പണ്ടൊക്കെ പിണറായി വിജയന്റെ വാക്കുകൾ തനിക്ക് ബലമായിരുന്നു. ഇപ്പോൾ സർക്കാർ നിലപാട് മാറ്റി. ഇങ്ങനെയൊക്കെയാണ് ബിന്ദു അമ്മിണിയുടെ പരാതി. ഇടതുപക്ഷ പുരോഗമനവാദികളെ മൊത്തത്തിൽ സർക്കാർ വഞ്ചിച്ചു എന്ന ആരോപണമാണ് പിണറായി സർക്കാർ ശബരിമലയിൽ കയറ്റിയ ബിന്ദു അമ്മിണിക്ക് പറയാനുള്ളത്. സർക്കാർ നിലപാട് മാറ്റത്തെ സാധാരണ ജനങ്ങൾ വളരെ പരിഹാസത്തോടെയാണ് കാണുന്നത്. ആർക്കു വേണ്ടിയാണ് ഇത്തരം നിലപാട് മാറ്റുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. നവോത്ഥാന മൂല്യത്തെയും കോടതി വിധികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഞങ്ങൾ വിശ്വാസം സംരക്ഷിക്കും, ഞങ്ങൾ ആചാരം സംരക്ഷിക്കും, ഞങ്ങൾ ഇത്തരം പിന്തിരിപ്പന്മാരെ പിന്തുണയ്ക്കും എന്ന് പറയുന്ന തരത്തിലുള്ള നിലപാടാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് എന്ന് ബിന്ദു അമ്മിണി പറയുന്നു. ഇക്കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു മെയിൽ അയച്ചിരുന്നു, അതുപോലെ ഒരു ഓപ്പൺ ലെറ്റർ ഫേസ്ബുക്കിലൂടെ പബ്ലിഷ് ചെയ്തിരുന്നു. പക്ഷേ അതിന് ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. പക്ഷേ മന്ത്രി VN വാസവൻ പരസ്യമായി ഒരു പ്രസ്താവന നടത്തി ബിന്ദു അമ്മിണിയെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കത്തിന് ഓപ്പണായി തന്നെ മറുപടി പറഞ്ഞതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നെ വലിയ രീതിയിൽ ആക്രമിക്കുകയും വീടാക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സമയത്ത് എന്നെ CPM സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബിന്ദു അമ്മിണി. DYFIയുടെ ആളുകൾ ആ സമയത്ത് എനിക്ക് സംരക്ഷണം തന്നിട്ടുണ്ട്. ആ സമയത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മളെ ബലപ്പെടുത്തുന്നതായിരുന്നു. എന്നാൽ പിന്നീട് അതൊന്നും കണ്ടില്ല എന്നാണ് ബിന്ദു അമ്മിണിയുടെ പരാതി. ബിന്ദു അമ്മിണി ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ചില പ്രധാന കാര്യങ്ങൾ ഇവിടെ വിശദമാക്കേണ്ടതുണ്ട്. 2011 ശേഷം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നിർത്തിയ വ്യക്തിയായിരുന്നു ബിന്ദു അമ്മിണി. ഇനി ജോലിയിൽ ശ്രദ്ധിക്കാമെന്നും ജീവിക്കാനുള്ള കാശങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. പലരും ചോദിക്കാറുണ്ട്, നിങ്ങളെ പിണറായി വിജയനും CPMഉം കൈയൊഴിഞ്ഞതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന്. എന്നാൽ ഈ പറഞ്ഞവരൊന്നും എൻ്റെ കൈ പിടിച്ചിട്ടില്ല എന്നതാണ് അവരോടുള്ള എൻ്റെ മറുപടി എന്നൊരവസരത്തിൽ ബിന്ദു അമ്മിണി പറഞ്ഞിരുന്നു. ശബരിമലയിലേക്ക് പോകുന്നതിന് മുന്നേ അവരുടെ കൈ പിടിച്ചിട്ടില്ല. അവിടെ നിന്ന് വന്ന ശേഷം കൈ പിടിച്ചു എന്ന് ചോദിച്ചാൽ താമസിക്കാൻ ഒരു മുറി പോലും കിട്ടാതെ വന്നപ്പോൾ CPM അനുഭാവിയായ ഒരാളുടെ വീട് കണ്ടെത്തി തന്നിട്ടുണ്ട്. എല്ലാവരും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് കൊടുത്താണ് ഞാൻ ആ വീട്ടിൽ നിന്നതുപോലും എന്നാണ് അമ്മിണി ഒരവസരത്തിൽ പറഞ്ഞത്. തുടക്കത്തിൽ ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് ആക്രമിക്കപ്പെടാതിരിക്കാൻ DYFIയുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. അതിപ്പോൾ ആരായാലും അവർ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതല്ലാതെ ഏതെങ്കിലും തരത്തിൽ കൈപിടിക്കുകയോ കൈയൊഴിയുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഒരവസരത്തിൽ ബിന്ദു അമ്മിണി പറഞ്ഞിട്ടുള്ളത്. ശബരിമലയിൽ പോയി വന്ന ശേഷം അവരുമായി ബന്ധമുള്ള ഒരു വേദിയിലേക്കും എന്നെ ക്ഷണിച്ചിട്ടില്ല. അവരോട് എന്തെങ്കിലും തരത്തിൽ അനുഭവമുള്ള ആരെങ്കിലും അബദ്ധത്തിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പരിപാടി മാറ്റിവെക്കാറാണ് പതിവ്. കോഴിക്കോട് ബീച്ചിൽ തനിക്കെതിരായ ആക്രമണം ഉണ്ടായപ്പോൾ മാത്രമാണ് അതിനോട് പ്രതിഷേധം അറിയിച്ച് ചില വർഗ ബഹുജന സംഘടനകൾ രംഗത്ത് വന്നത്. അല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും ആരും ഉണ്ടായിട്ടില്ല. എന്റേത് എന്ന് പറഞ്ഞ് ഒരു അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചിരുന്ന ഘട്ടത്തിൽ പോലും അതിനെതിരെ ഇവരെന്തെങ്കിലും ചെയ്തതായി കണ്ടിട്ടില്ല. പ്രതിയെ കണ്ടുപിടിക്കാത്തത് പോകട്ടെ, അത് എന്റേതല്ല എന്ന് പറയാനുള്ള റിപ്പോർട്ട് പോലും പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. എനിക്ക് ഏറ്റവും അധികം മാനസിക പ്രശ്നമുണ്ടാക്കിയ സംഭവങ്ങളിലൊന്നായിരുന്നു അത്. എന്റെ പേരിൽ ഒരു വീഡിയോ ഇറങ്ങുകയും അത് കാണുന്ന കുട്ടികൾക്ക് മുന്നിൽ ചെന്ന് ക്ലാസ് എടുക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ 3-4 ദിവസം കൊണ്ട് ഞാൻ ആ വിഷമം അതിജീവിച്ചു. അത് ഞാനല്ല എന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ അത് ഓർത്ത് വിഷമിക്കണം എന്നായിരുന്നു ചിന്തിച്ചത്. ആ സമയത്ത് വിദ്യാർത്ഥികൾ തന്നെ ഒരുപാട് പിന്തുണച്ചു എന്നും ബിന്ദു അമ്മിണി പറയുന്നു. അവർ എൻ്റെ ഒപ്പം നിന്നു. എന്നെ അറിയുന്നവർക്കിടയിൽ അത് ഞാനല്ല എന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലായിരുന്നു. ഞാൻ താമസിക്കുന്ന പ്രദേശത്തെ BJP പ്രവർത്തകർക്ക് പോലും എന്നോടൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ആ പ്രദേശത്തെ മനുഷ്യർക്കിടയിൽ നിന്ന് എനിക്ക് യാതൊരു ആക്രമണവും നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് ബിന്ദു അമ്മിണി തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ബിന്ദു അമ്മിണി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തുറന്ന കത്തൊക്കെ കൊടുത്തു എങ്കിൽ പോലും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിക്കഴിഞ്ഞ് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇപ്പോൾ സർക്കാരിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. നിലപാട് മാറ്റുന്നത് ഒരിക്കലും ശരിയല്ല. ജനസമൂഹത്തിനിടയിൽ അത് പരിഹാസ കഥാപാത്രമാവാൻ കാരണമാകും എന്നാണ് ബിന്ദു അമ്മിണി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.